റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് പ്രീമിയർ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. പ്രീമിയർ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 480 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കൊണ്ടുവന്ന IPO 120% അപ്സൈഡിലാണ് ലിസ്റ്റഡ് ആയത്. അവിടെ നിന്നും സ്റ്റോക്ക് 164%-ഓളം ഉയരുകയും ചെയ്തു. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി പുറത്തുവിട്ട ഡ്രാഫ്റ്റ് നോംസ് പ്രീമിയർ എനർജി എന്ന കമ്പനിക്ക് അനുകൂലമാണെന്ന് റീസെൻ്റ്ലി ഗോൾഡ്മാൻ സാൻസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിലും പരാമർശിക്കുകയുണ്ടായി. ഈ ഡ്രാഫ്റ്റ് പ്രീമിയർ എനർജിക്ക് മാത്രമല്ല റിലയൻസ്, റിന്യൂ, ടാറ്റ പവർ, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്കും അനുകൂലമാണ്. റീസെൻ്റ്ലി പ്രീമിയർ എനർജി എന്ന കമ്പനിക്ക് ഉത്തർപ്രദേശിൽ 8085 സോളാർ വാട്ടറിംഗ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഓർഡർ ലഭിച്ചിരുന്നു. ഇവിടെ സോളാർ പമ്പിംഗ് സിസ്റ്റം ഇൻസ്റ്റോൾ, കമ്മീഷൻ കൂടാതെ 5 വർഷത്തെ കോംപ്രിഹെൻസീവ് വാറണ്ടി എന്നിവ നൽകുന്നതിന് വേണ്ടി 215 കോടി രൂപയുടെ ഓർഡറാണ് പ്രീമിയർ എനർജി എന്ന കമ്പനിക്ക് ലഭിച്ചത്. സ്റ്റോക്ക് ചൊവ്വാഴ്ച ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്തു. ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സാധാരണമാണ്. അതോടൊപ്പം തന്നെ പ്രീമിയർ എനർജി എന്ന കമ്പനിയുടെ റിസ്ക് ടു റിവാർഡ് അപ്ഡേറ്റും അത്ര അനുകൂലമല്ല. സ്റ്റോക്ക് ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുകയും ഒരാഴ്ച കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ നൽകുകയും ചെയ്തു. ഈ ഫാക്റ്റുകളൊക്കെ പരാമർശിക്കുകയാണെങ്കിൽ പ്രീമിയർ എനർജി എന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് കൺസിഡർ ചെയ്യണം എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. ഇന്ന് ഇറാഡ 5%-ഓളം ഉയർന്ന് 235 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 62,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 44.21. ഇറാഡയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ഇറാഡ ഗ്ലോബൽ ഗ്രീൻ എനർജി ഫിനാൻസ് IFSC ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ, അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്ററിൽ നിന്നും പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. S&P ഗ്ലോബൽ എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് BBB എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇറാഡ എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. SJVN, GMR തുടങ്ങിയ കമ്പനികളുമായി ചേർന്ന് 900 മെഗാവാട്ട് ശേഷിയുള്ള അപ്പർ കർണാലി ഹൈഡ്രോ പവർ പ്രോജക്റ്റ് നേപ്പാളിൽ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ദിവസം സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും അപ്സൈഡിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. 280 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.